ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ക്രീം കളക്ഷൻസ് ആണ്. ഓഫ് ക്രീം കളക്ഷൻസ് ആണ് വരുന്നത്. നമുക്ക് ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ പോലുള്ള ഫംഗ്ഷൻ എല്ലാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഐവറി ക്രീം ആ ഒരു ടോണിലുള്ള പേസ്റ്റൽ ടോണിലുള്ള സാരീസ് വേണം. അതിന്റെ നല്ല ഡിഫറെന്റ് പാറ്റേണിലുള്ള കളക്ഷൻസ് ആണ് ഇന്ന് വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സ്ആപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. വാട്സ്ആപ്പ് നമ്പർ 9947135468 ആണ്. ഡെയിലി മോർണിംഗ് 10:30 ആണ്. രാവിലെ 10:30 മണിക്കാണ് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിത്തിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓവർസീസ് ഷിപ്പിംഗിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കാം. ഓഫ് ക്രീം ആണ്. എല്ലാ സാരീസും വരുന്നത് പേൾ ക്രീം ടോണിലായിരിക്കും. ഇതിൽ നല്ലൊരു ഡിഫറെന്റ് പാറ്റേണിലാട്ടോ ഇതിൽ ഒരു ത്രെഡ് വർക്ക് വരുന്ന സാരിയിൽ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു പീച്ചാണ്. പീച്ച് ആൻഡ് ഒരു മൈൽഡ് ഗ്രീൻ ആണ്, മിൻ ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. നല്ലൊരു ഫ്ലോറൽ ജാൽ ഡിസൈനിലായിരിക്കും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. വർക്കിന്റെ ബാക്ക് സൈഡ് ഞാൻ കാണിക്കാം. നല്ലൊരു ഫൈൻ വർക്കാണ് വരുന്നത് കേട്ടോ. ഇതായിരിക്കും വർക്കിന്റെ ബാക്ക് സൈഡ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ്. സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതേ മോട്ടീവ്സ് തന്നെയായിരിക്കും എൻ്റെ ബോഡിയിൽ വരുന്നത്. ആ ഒരു പീച്ച് ടോണിലുള്ള ത്രെഡ് വെച്ചിട്ടായിരിക്കും ഈ ഒരു മോട്ടീവ്സ് വരുന്നത് ബോഡിയിൽ. ഫുൾ സാരിയും ഈ ഒരു സ്റ്റൈലിൽ തന്നെയാട്ടോ വരുന്നത്. അപ്പുറം ലോവറും ഇതേ വർക്ക് തന്നെ വരുന്നുണ്ട്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ആസ് യൂഷ്വൽ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരുന്നത്. മുകൾ ഭാഗം വരുന്നത് പ്ലെയിൻ ആയിരിക്കും. ചെസ്റ്റ് പോർഷനും പല്ലു കംപ്ലീറ്റ് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസ് വരുമ്പം പ്ലെയിൻ ആ ബ്ലൗസ് വരുന്നത്. സെയിം ഡിസൈനും ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം തന്നെ കേട്ടോ. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇത് വരുമ്പോൾ ഒരു പൗഡർ ബ്ലൂ ആണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ. ഫസ്റ്റ് സാരിയിൽ പീച്ച് ആയിരുന്നല്ലോ. ഇതിൽ വരുമ്പോൾ ഒരു പൗഡർ ബ്ലൂ വിത്ത് പീച്ച് ആണ് വർക്കിന്റെ കോമ്പിനേഷൻ. ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. അതേ ആ ഒരു ഡ്യുവൽ കോമ്പിനേഷനിൽ തന്നെയായിരിക്കും മോട്ടീവ്സും വരുന്നത്. പീച്ച് ആൻഡ് പൗഡർ ബ്ലൂ, ഒരു ഗ്രേഷ് ബ്ലൂ ആട്ടോ ഇത് വരുന്നത്. ഫുൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരിയുടെ ഫാബ്രിക്. ഞാൻ 1 ലെയറിൽ കാണിക്കാം സാരി. വളരെ തിൻ ഫാബ്രിക്കാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. പ്ലീറ്റ്സ്, മുന്താണി, റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് ത്രെഡ് എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ആട്ടോ സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. വളരെ സ്ലൈറ്റ് വേരിയേഷനേ ഉള്ളൂ ഓരോ കളർ പാലറ്റും തമ്മിൽ. ഇതിലും ആ ഒരു മൈൽഡ് ഗ്രീൻ, ബേബി പിങ്ക്, പീച്ച് ആ ഒരു ടോണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരും. നല്ലൊരു 3D എഫക്റ്റിൽ വരുന്ന നല്ല ഫൈൻ വർക്ക് ആട്ടോ സാരിക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് നല്ല പാറ്റേണിലാണ് എല്ലാ സാരീസിലും വർക്ക് വരുന്നത്. പ്ലീറ്റ്സ് ഇങ്ങനെ വരും. പല്ലു വിത്ത് ബ്ലൗസ്. സെയിം വർക്ക് തന്നെ കേട്ടോ. നെക്സ്റ്റ് കോമ്പിനേഷൻ ഒരു മൈൽഡ് ഗ്രേ ആണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇതും ആ പീച്ച് ആൻഡ് പേസ്റ്റൽ ഗ്രീൻ, ഗ്രേ ഈ 3 ടോണിലായിരിക്കും സാരിയിലെ ഡിസൈൻസ് വരുന്നത്. സെയിം പാറ്റേൺ. സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതായിരിക്കും പ്ലീറ്റ്സിന്റെ പോർഷൻ വരുന്നത്. മുന്താണി വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി, എല്ലാ സാരീസും ആ ഒരു പേൾ ക്രീം ആട്ടോ. ഒരു ഐവറി ക്രീമാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിൽ കട്ട് വർക്ക് പാറ്റേണിലാണ് സാരി വരുന്നത്. സെയിം ടോണിൽ തന്നെ സെൽഫ് കളറിൽ തന്നെയുള്ള ഫ്ലോറൽ കട്ട് വർക്ക് ഡിസൈൻസ് ആയിരിക്കും ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും കട്ട് വർക്ക് ഡിസൈൻസ് വരുന്നത്. ബോർഡർ ഇല്ല. മുന്താണിയും ബോഡിയെല്ലാം സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും കട്ട് വർക്കിലായിരിക്കും വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ് ഫുൾ സാരിയും വരുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഐവറി തന്നെയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഡിഫറെന്റ് പാറ്റേണിലാട്ടോ സാരി വരുന്നത്. ഇതിൽ കണ്ടോ ഒരു ഡയഗണൽ ഡിസൈനിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ലഹരിയ പാറ്റേൺ. ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റിലുള്ള നല്ലൊരു ത്രെഡ് വർക്ക് പാറ്റേണിലായിരിക്കും ബോഡി വരുന്നത് കംപ്ലീറ്റ്. ഇതിന്റെ ബോർഡർ വരുന്നതും ഈ ഒരു സ്റ്റൈലിലാണ്. നല്ലൊരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിലാണ് സാരിയുടെ ബോർഡറിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ബോഡിയിൽ ഈ ഒരു പാറ്റേൺ വരും. ഇങ്ങനെയാട്ടോ സാരിയുടെ ആ ഒരു എഡ്ജ് വരുന്നത്. ഇങ്ങനെയാണ് ഫുൾ ഈ ഒരു സ്റ്റൈലിൽ വരുന്നത്. നല്ലൊരു വർക്കാണ് വരുന്നത് സാരിക്ക്. ഒരു ഐവറി ക്രീമാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. നമ്മൾ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പം ഹാഫ് പോർഷനിലും ഫുൾ ആ ഒരു ഡയഗണൽ പാറ്റേണിലുള്ള ഡിസൈൻസ് വരുന്നുണ്ട്. ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. പല്ലു സെയിം സ്റ്റൈലിൽ തന്നെയാണ് മുന്താണിയും ഫിനിഷ് ചെയ്യുന്നത് വിത്ത് ബ്ലൗസ്. പേൾ ക്രീമിൽ നെക്സ്റ്റ് സാരി ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതും നല്ലൊരു പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്.
സെൽഫ് കളർ തന്നെ പേൾ ക്രീം ടോണിൽ തന്നെയായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതാണ് ത്രെഡ് വർക്ക് വരുന്നത്. നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ. ഫുൾ സാരിയിലും എൻറ്റയർ സാരിയിലും ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. വിത്തൗട്ട് ബോർഡർ ആട്ടോ സാരിയുടെ ആ ഒരു സ്റ്റൈൽ വരുന്നത്. ത്രൂ ഔട്ട് ദ സാരിയിൽ ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട് വിത്ത് ബ്ലൗസ്. പേൾ ക്രീം സോഫ്റ്റ് സെമി സിൽക്കിൽ നെക്സ്റ്റ് കളർ പാലറ്റ് വരുന്നതും സെൽഫ് കളറിൽ തന്നെ കേട്ടോ. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ കാണിക്കാം. നല്ലൊരു പാറ്റേണിലാണ് ഇതിലും ആ ഒരു വർക്ക് വരുന്നത്. സെയിം ടോണിൽ തന്നെ സെൽഫ് കളറിൽ തന്നെ നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലായിരിക്കും വർക്ക് വരുന്നത്. ഫുൾ സാരിയിലും ഈ ഒരു വർക്ക് ആയിരിക്കും വരുന്നത്. ഈ സാരീസിനെല്ലാം ബോഡി കംപ്ലീറ്റ് ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ബോർഡർ കാണത്തില്ല കേട്ടോ. മുന്താണി ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. നെക്സ്റ്റ് സാരി വർക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിലായിരിക്കും വരുന്നത്. ബേബി പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് ആ ഒരു വർക്കിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും വർക്ക് വരിക. ബോർഡർ ഇല്ല കേട്ടോ. ഈ സാരിയും വരുന്നത് വിത്തൗട്ട് ബോർഡർ തന്നെയാണ്. പ്ലീറ്റ്സ് വരുമ്പം ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരിക. എന്താണ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വർക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ സ്മോൾ വർക്കാണ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്ന സാരിയിൽ. നല്ലൊരു ലാവൻഡർ പിങ്ക് ആണ് സാരിയിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ലീഫ് വരുമ്പോൾ ഗ്രീൻ ആയിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും എൻ്റയർ സാരിയും വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പം ഹാഫ് പോർഷനിലായിരിക്കും വർക്ക്. പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് വർക്ക് വരുന്നത് ഒരു ഡാർക്ക് പീച്ചാണ്, ഒരു പിങ്കിഷ് പീച്ചാണ് വർക്കിൻ്റെ കോമ്പിനേഷൻ. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. മുന്താണി, ബ്ലൗസ്. ഇന്നത്തെ ഐവറി ക്രീം പേൾ ക്രീം ടോണിൽ വരുന്ന നമുക്കൊരു ബാപ്റ്റിസം ഹോളി കമ്മ്യൂണിയൻ പോലുള്ള ഫംഗ്ഷൻ എല്ലാം ട്രിപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു വന്നത് കേട്ടോ. ഡിഫറെൻറ്റ് പാറ്റേണിലായിരുന്നു വർക്ക് വന്നത്. അത് ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ലാവൻഡർ വിത്ത് പിങ്ക് ആണ് സാരിയുടെ ആ ഒരു വർക്കിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. സെയിം അതേ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സിൽ തന്നെയായിരിക്കും മുന്താണി വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും.